സ്കൂൾ വളപ്പിലാകെ 3 കെട്ടിടങ്ങളാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളതാണിത്. 57 വർഷം പഴക്കമുണ്ട് ഇരുനില കെട്ടിടത്തിന്. HMന്റെ റൂം, ഓഫീസ് മുറി, കമ്പ്യൂട്ടർ ലാബ്, സയൻസ് ലാബ്, 8, 9, 10 ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ എന്നിങ്ങനെയാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നത്. ഇന്നലെ പഞ്ചായത്ത് AE നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ഫിറ്റ്നസ് റദ്ദാക്കിക്കൊണ്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. നോ എൻട്രി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ പുറം ലോകം അറിയേണ്ടതുണ്ട്. HMന്റെ മുറിയിലേക്ക് തന്നെ നമുക്ക് കടന്നു ചെല്ലാം. കോൺക്രീറ്റ് മേൽക്കൂരയുടെ പല ഭാഗത്തും സിമന്റ് ഭാഗങ്ങൾ അടർന്ന് മാറിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ വേളയിലാണ് കുട്ടികൾ അടക്കം ഈ ബിൽഡിംഗ് പരിപൂർണമായി ഉപയോഗിക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതായി അറിയുന്നത്. ആ ഘട്ടത്തിൽ വലിയ മഴ പെയ്തതിനെ തുടർന്ന് കുട്ടികൾക്ക് അടക്കം പുറത്തു നിൽക്കേണ്ടി വന്നു. പിന്നീട് ക്ലാസ് മുറികളെല്ലാം തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് താൽക്കാലികമായി അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. നല്ല പാരമ്പര്യമായിട്ട് പോകുന്ന ഒരു സ്കൂളിനെയാണ് പെട്ടെന്ന് ഇത്രയും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നതും അതോടൊപ്പം ഈ കുട്ടികളുടെ ഭാവി ഇല്ലാതാവുന്ന ഒരു നടപടിയാണ്, ഒരു മുന്നറിയിപ്പില്ലാതെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തിൽ കൃത്യമായ ഒരു ക്ലാസ് മുറി സാധാരണ നിലയിലെ ക്ലാസ് മുറിയുടെ പ്രവർത്തനത്തിന് ഉതകുന്ന തരത്തിലേക്ക് മാറ്റാൻ സാധിച്ചിട്ടേ ഇല്ല. കാരണം കുട്ടികൾ വിവിധ ക്ലാസ്സുകളിലേത് അടുത്തടുത്ത് ഇരിക്കുന്ന സ്ഥിതിയുണ്ട്. അധ്യാപകർക്ക് അല്പം ഉച്ചത്തിൽ സംസാരിച്ചാൽ മറ്റൊരു ക്ലാസ്സിൻ്റെ അധ്യയനം തടസ്സപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഡെസ്കും ബെഞ്ചിൻ്റെയും ഒക്കെ തന്നെ അപര്യാപ്തതയുണ്ട്. പ്രശ്നത്തിലായോ? നിങ്ങൾ എപ്പോഴാണ് വന്നപ്പോൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞങ്ങൾ 8:30 വന്നപ്പോൾ അപ്പോഴാണ് കണ്ടത്. ടീച്ചർ പറഞ്ഞ് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അവിടെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇടിഞ്ഞ് വീഴാറുണ്ട്. മേളിലൊരു ബിൽഡിങ് പണി തീർന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ തീർക്കാം എന്ന് പ്രതീക്ഷിക്കും. അവിടെ അങ്ങനെ തീർന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും താൽക്കാലികമായുള്ള സംവിധാനം എന്ന തരത്തിൽ ക്ലാസ്സുകൾ തടസ്സപ്പെടാതെ കൊണ്ടുപോകാൻ അധ്യാപകർ പകര സംവിധാനം എന്നുള്ള നിലയിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ട ഏറ്റവും കൂടുതൽ ക്ലാസ് മുറികൾ നിലവിൽ പ്രവർത്തിപ്പിച്ചു വരുന്ന ഓഡിറ്റോറിയം ഭാഗത്തിന് മുകളിലായുള്ള ഒരു നിലയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ താഴെ പ്രവർത്തിക്കുന്ന ക്ലാസ് മുറികൾ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതിന് ഉതകുന്ന തരത്തിൽ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ പ്രശ്നത്തിന് ഒരു താൽക്കാലിക പരിഹാരം ആകും എന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുക എന്നുള്ള ആഗ്രഹം മുൻനിർത്തി ജില്ലാ പഞ്ചായത്തിനെ സമീപിച്ചിട്ടുണ്ട് സ്കൂൾ അധികൃതർ. സിക്കിയ ഭിലാൽ, മാതൃഭൂമി ന്യൂസ്.